പലപ്പോഴും പലരും യൂട്യൂബിലെ പല വീഡിയോകളും കണ്ടിട്ട് അവരുടെ വീടിൻ്റെ പുറമേ ഉള്ള അല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന പ്രശ്നങ്ങളെ മാത്രം നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പം പുറമേ കാണുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോയിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറും കൂടെ നോക്കണം. നമ്മൾ വീട് പണി കഴിപ്പിച്ച അന്ന് മുതൽ, ലോകത്ത് എവിടെയായാലും ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ച അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും, ദിക്കെന്ന് പറയുന്നത് 8 ദിക്കുകളാണല്ലോ എല്ലാ വീടിനും ഉള്ളത്, 8 ദിക്കിലും വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ നടുഭാഗത്തും ഓരോ 2 നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ വീടിനും അതുണ്ട്. ഒരു റൂമിനായാൽ പോലും അതുണ്ട്. ഒരു റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം മാത്രം പണി കഴിപ്പിച്ച് താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ പോലും ഈ ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ആ നമ്പറിനെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ കൊണ്ട് നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇതൊരു വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറാണ്, ഒറിജിനൽ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറാണ്. കിഴക്ക് ദർശനമായ ഒരു വീടിൻ്റെ നമ്പറാണ്. ഇപ്പോൾ കിഴക്ക് ദർശനമായ ഒരു വീടിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ വീടിനും ഈ നമ്പർ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും വീടിൻ്റെ ഡിഗ്രിയും വെച്ചുകൊണ്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആരും പോയി ഇത് ഇപ്രകാരം കാര്യങ്ങൾ ചെയ്യരുത്. ഈ ഒരു ഡിഗ്രി പ്രകാരം ഈ ഒരു വീടിനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഒരു വീട്ടിന് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം? അപ്പം നമുക്കറിയാം, ഫെങ്ഷു പ്രകാരം 8 എന്ന് പറയുന്ന നമ്പർ കുറച്ച് പ്രോസ്പിരിറ്റി ഉള്ള നമ്പറാണ്. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പർ പ്രോസ്പിരിറ്റി ഉള്ള നമ്പറാണ്. ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മൂവിങ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാവും. ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മൂവിങ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീടിൻ്റെ 6-1 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ, ഇവിടെ എന്തായിരുന്നു? 88 ആയിരുന്നു. ഈ 88ൽ നമുക്കൊരു മൂവിങ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. 6-1 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ ഇവിടെ ഒരു അക്വേറിയം പ്ലസ് ഒരു അരോന മത്സ്യം കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫ്ലൈയിങ് സ്റ്റാറിലെ ഈ ഒരു കോമ്പിനേഷന് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പം വീടിൻ്റെ വടക്കെന്നോ കിഴക്കെന്നോ നോക്കിയിട്ടല്ല ഞാൻ ഈ റെമഡികൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അത് ഓരോ ദിക്കിലും വന്ന് നിൽക്കുന്ന അതിനെ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാസ്തുപ്രകാരം തെറ്റാണെങ്കിലും ഫെങ്ഷു പ്രകാരം ചെയ്യാവുന്ന മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈയിങ് സ്റ്റാറുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു മെയിൻ ഡോർ ഉണ്ടെങ്കിൽ ഇവിടെ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഈ ഭാഗത്ത് നമുക്കൊരു അക്വേറിയം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പത്തികം ഈ 20 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവും. അതായത് 2024 മുതൽ 44 വരെയുള്ള കൊല്ലം പീരീഡ് 9 എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വാട്ടർ സ്റ്റാർ 9 നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു മൂവിങ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാസ്തുവും ഫെങ്ഷുവുമായിട്ട് ഒരു ചലഞ്ച് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ഡോർ കൊടുക്കാൻ പാടില്ല, സമ്പത്ത് നിൽക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ എന്താ എടുക്കുന്നത്? ബെഡ്റൂമായിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ വാസ്തുവിൻ്റെ നിയമങ്ങൾ പാടെ മാറ്റി വെച്ചുകൊണ്ട് ഫെങ്ഷുവിലേക്ക് പോയിക്കൊണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സാമ്പത്തികം വർദ്ധിക്കാനും നമുക്ക് തൊഴിൽപരമായിട്ട് മെച്ചപ്പെടാനും ഫെങ്ഷുയുടെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് വർധന ഉണ്ടാവാനായിട്ട് 6-1 എന്ന് പറയുന്നൊരു കോമ്പിനേഷനിലേക്ക് നമുക്കൊരു അക്വേറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ ഒരു മൂവിങ് വാട്ടറോ വെക്കാം. അത് വീട്ടിനകത്തും വെക്കാം, അതേ ദിക്കിൽ തന്നെ വീടിൻ്റെ പുറത്തും വെക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു അക്വേറിയം അല്ലെങ്കിൽ ഒരു മൂവിങ് വാട്ടർ വെക്കാം. അതുപോലെ തന്നെ മറ്റേ വാസ്തു കാര്യങ്ങളൊന്നും നോക്കാതെ ഫെങ്ഷുയെ മാത്രം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്താലും 100% ഉറപ്പാണ് നമുക്ക് വെൽത്ത് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.